പിണറായിസത്തിനും അതിനെ പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനുമുള്ള മറുപടിയാവും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലമെന്നും പോലീസും വനംവകുപ്പുമാണ് വില്ലന്മാരെന്നും പി.വി. അൻവർ പറഞ്ഞു. മറ്റുള്ളവരുടെ മത്സരം എം.എൽ.എ. ആകാനാണ്. എന്നാൽ താൻ മത്സരിക്കുന്നത് നിലമ്പൂരിലെ ജനങ്ങൾക്കു വേണ്ടിയാണ്. 46 പേരാണ് നിലമ്പൂരിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്നും അൻവർ പറഞ്ഞു. ഇതൊരു ജനങ്ങളും പിണറായിസവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. പിണറായിസത്തിന്റെ ഭാഗമായിട്ട് ഈ നാട് അനുഭവിച്ച ഒട്ടനവധി പ്രശ്നങ്ങളാണ്. അതിലെ പ്രധാന വില്ലന്മാർ എന്ന് പറയുന്നത് കേരള പോലീസും മലയോര മേഖലയിലെ ഫോറസ്റ്റുമാണ്. അതിന്റെ പ്രതിസന്ധിയിലാണ്. ഇന്നലെ പോലും മനുഷ്യനെ വീട്ടിൽ കയറി വളർത്തുന്നതായ പുലി കടിച്ചുകൊണ്ടുപോയിരിക്കുന്ന അവസ്ഥ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 46 മരണമാണ് നിലമ്പൂർ നോർത്ത് സൗത്ത് ഡിവിഷനിൽ ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. അല്ല, വിവാദ വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൊതുജനം കഴുതയാണ്. പാർട്ടി പ്രവർത്തകർ ഏത് പാർട്ടിയായാലും അത് അടിമകളാണെന്ന്. അപ്പൊ എന്ത് തീരുമാനമെടുത്താലും അത് എത്ര ജനവിരുദ്ധമാണെങ്കിലും അവർ കൂടെ നിൽക്കുമെന്നുള്ള മൗഢ്യമായ പൊതുജനം കഴുതയാണെന്ന പൊതുജനത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ സംസാരിച്ചു വരുന്ന ആ ഒരു കാഴ്ചപ്പാടിലാണ്. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയല്ല പ്രസക്തി. ഇവിടെ ജനങ്ങൾ വിജയിക്കും. അതിന്റെ ഒരു പ്രതിനിധി മാത്രമാണ് ഞാൻ. സ്വാഭാവികമായത് സംഭവിക്കും. പിണറായി എത്തിയോ അത് അത്ഭുതമെന്ന് പി.വി. അൻവർ പരിഹാസമുന്നയിച്ചു. അദ്ദേഹം ഇങ്ങോട്ട് വരേണ്ടെന്നാണ് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനമെന്നും അൻവർ പറഞ്ഞു. പിണറായി എത്തിയ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും പിന്നോട്ട് പോവുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. സ്ഥാനാർത്ഥിയുടെ പോസ്റ്റുകളിലൊന്നും പിണറായിയുടെ മുഖം താൻ കണ്ടില്ലെന്നും കരുളായിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംസാരിക്കവേ പി.വി. അൻവർ പറഞ്ഞു. ഷെക്കന ന്യൂസ്, മലപ്പുറം.